മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കാനും അവിടുത്തെ ഇഷ്ക് കരസ്ഥമാക്കാനും അവിടത്തോടടുക്കാനും മനാമിൽ കാണാനും ഇതൊക്കെ നമ്മളെ എയിംസാണ്. ഈ എയിംസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കൊണ്ട് അതിന് പറ്റും എന്നുള്ളതാണ് സത്യം. നമ്മളെ മനസ്സിന് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിന് അത്രത്തോളം നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കും, ഉറപ്പായിട്ട് അടുക്കും. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പുകളാണ്. നമ്മളെ കൊണ്ട് വേഗം നമുക്കത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഞാൻ ഫോളോ ചെയ്ത ടിപ്സാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മതപണ്ഡിതന്മാരെ നമ്മളെ ഫറൂഖ് നഈമി ഉസ്താദിൻ്റെ അതുപോലെ ഒരുപാടുണ്ട്. ആ ഓരോരുത്തരുടെ സ്പീച്ച് വെറുതെ നിൽക്കുമ്പോഴൊക്കെ കേൾക്കുക ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എത്രത്തോളം നമ്മൾ ഉമ്മത്തിങ്ങളെ മുത്തുനബി സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും പഠിക്കണം. അതിനനുസരിച്ചിട്ട് നമുക്ക് അദ്ദേഹം അവിടുത്തെ തങ്ങൾ നമ്മൾ എത്ര ഇഷ്ക് വെച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അവിടേക്ക് അലിയും നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, മാക്സിമം പഠിക്കുക. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഒരു എത്രയാണ് തീരാത്തൊരു എന്താ പറയുക, അത്രക്കും പവർഫുള്ളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബുർദൻ്റെ ആശയം പഠിച്ചു നോക്കി, എന്താണ് ബൂസൂരി ഇമാമിൻ്റെ ഒക്കെ വരികൾ. കണ്ണിൽ നിന്നും തീ വരുന്നത് പോലെയാണ് കണ്ണുനീരിനെ ഉപമിച്ചിരിക്കുന്നത്. എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വായിച്ച് പഠിക്കണം മക്കളെ. അപ്പോഴേ നമുക്ക് ആരാണ് ആ ഒരു തിങ്കളെന്ന് അറിയുള്ളൂ. എഴുതുമ്പം നമ്മുടെ കൈൻ്റെ നമ്മളെ പോലും അറിയാണ്ട് നമ്മളെ കൈവിരലുകൾ ചലിക്കും. അൺസൈക്കബിൾ, അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കാൻ നമുക്ക് പറ്റും. സ്വലാത്ത് മുറുക്ക പിടിച്ചോ വിടരുത്. എന്തൊക്കെ ചുറ്റുപാടുണ്ടായിക്കോട്ടെ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിൽക്കാം. ലഹരിയാണ്, സത്യം പറഞ്ഞാൽ ലഹരിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലഹരിയിൽ അലിഞ്ഞാൽ സർവവും നമ്മൾ ത്യജിക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ടിയല്ല, നമുക്കാകെ നമ്മളെ തങ്ങൾ മതിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഞാൻ എൻ്റെ കണ്ണുകൾ എനിക്ക് പലപ്പോഴും കൺട്രോളാക്കാൻ പറ്റിയിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ 8ാമത്തെ വോയിസാണ് ഞാൻ ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ആക്കിയിട്ട് ഇടാൻ കാരണവും മെയിൻ അതാണ്. കാരണം ഞാൻ ബ്രേക്കായി പോകുമ്പോൾ എനിക്ക് നിങ്ങളെ മുന്നിൽ കരയാൻ എന്തോ ഒരു ചമ്മലുണ്ട്, എനിക്ക് കരയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് വോയിസ് ആകുമ്പോൾ പിന്നെ ആ റിപ്പീറ്റഡായിട്ട് 8-9 പ്രാവശ്യം ഇങ്ങനെ പിന്നെ ആക്കുമ്പോൾ പിന്നെ കരയുമ്പോൾ പിന്നെയും ക്വിറ്റ് ചെയ്യാണ്. പക്ഷെ ഇങ്ങനെ വീഡിയോ ആക്കി ഇടുമ്പോൾ കുറേ എനിക്ക് നിങ്ങളെ മുന്നിൽ പ്രകടിപ്പിക്കാണ്ട് നിൽക്കാൻ ഞാൻ നോക്കിയതാണ്. മദീനയെ പ്രണയിക്കണം. ഏതൊരു രാജ്യത്തിനും കാട്ടിയും നമ്മളെ മദീനയെ പ്രണയിക്കണം. പച്ച ഇഷ്ടപ്പെടണം. എന്തുകൊണ്ട്? പച്ച കുബ്ബക്ക് പച്ച നിറമായതുകൊണ്ട്. വെള്ളം ഇഷ്ടപ്പെടണം. എന്തുകൊണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട കളർ വെള്ളമായതുകൊണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ പഠിച്ചു നോക്കി, വേറെ ലെവൽ. ഒരിക്കലും നമുക്ക് ഒന്നിനോട് സാമ്യപ്പെടുത്താൻ കഴിയില്ല. അത്രക്ക് പഠിച്ചാൽ തീരുമോ? അതുമില്ല. എന്താണല്ലേ അത്ഭുതം. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ആരെങ്കിലും മനസ്സ് ഞാൻ കാരണം വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടുതരാം. ഈ പാപിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലലായി എനിക്ക് ഒരു അംശമെങ്കിലും എന്നെ നോക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാണ്ട് നിൽക്കൂല. എനിക്കറിയാം. ഞാൻ അപ്പോൾ അത് പറയുമ്പോഴും എന്നെ നോക്കി നിൽക്കണ്ടാവും എൻ്റെ തങ്ങൾ. എനിക്കറിയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഒക്കെ പറഞ്ഞോളി മക്കളെ. ആരില്ലെങ്കിലും നമ്മളെ ചുറ്റും എത്ര ശൂന്യാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളെ തങ്ങളെ നമ്മളെ കൈവിടൂല. നമ്മളെ രാജാവാണ്, നമ്മളെ നേതാവാണ്, നമ്മളെ കൈവിടൂല. ആ ഉറപ്പുണ്ടെങ്കിൽ എല്ലാവരും ഈ പാവയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.